ഇത് ചരിത്രം വഴിമാറുന്ന നിമിഷം. അടക്കി ഭരിച്ച കോട്ടകൾ തകരുന്ന അജയരെന്ന് കരുതിയവർ മുട്ടുമടക്കുന്ന രാഷ്ട്രീയ വിപ്ലവത്തിനാണ് കിഴക്കൻ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ചെങ്കൊടിയും തൃണമൂലും ആഴ്ന്നിറങ്ങിയ മണ്ണിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ വികസനത്തിന്റെ കരുത്തുകൊണ്ട് പിടിതെറിഞ്ഞ് BJP അവിടെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് ഫലമല്ലായിരുന്നു. ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായ നരേന്ദ്രമോദി എന്ന വിശ്വനായകന്റെ ഗ്യാരണ്ടിയാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന അമിത്ഷാ എന്ന ചാണക്യതന്ത്രന്റെ വിജയമായിരുന്നു അത്. അസമിന്റെ മണ്ണിൽ വികസനത്തിന്റെ കൊടുങ്കാറ്റായി ഹിമന്ത വിശ്വ ശർമ്മയും ബംഗാളിന്റെ തെരുവുകളിൽ മമതയുടെ സാമ്രാജ്യത്തെ വിറപ്പിച്ച സുവേന്ദു അധികാരിയും ഇന്ന് വിജയത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതുകയാണ്. ബംഗാൾ ഇന്ന് മോദി എന്ന കരുത്തനിലൂടെ ഉണർന്നു കഴിഞ്ഞു. ഇനി പ്രസംഗങ്ങളില്ല, ഇനി പ്രതികാരങ്ങളില്ല, ഇനി വികസനം മാത്രം. ആസാമും ബംഗാളും കൈപ്പിടിയിൽ ഒതുക്കിയ BJPയുടെ പടയൊട്ടത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യം അസമിലേക്ക് നോക്കാം. ഇത് വെറുമൊരു വിജയമല്ല, ഒരു ജനതയുടെ വിശ്വാസമാണ്. ഹിമന്ത വിശ്വ ശർമ്മ എന്ന ജനകീയ നേതാവ് അസമിനെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചത് നാം കണ്ടു. എതിരാളികളുടെ കുപ്രചാരണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വികസനത്തിന്റെയും ദേശീയതയുടെയും രാഷ്ട്രീയവുമായാണ് ഹിമന്ത വീണ്ടും അധികാരത്തിലേക്ക് ചുവടുവെക്കുന്നത്. അസമിലെ ഓരോ സാധാരണക്കാരന്റെയും മനസ്സറിഞ്ഞ നേതാവ്, അഴിമതിയില്ലാത്ത ഭരണം, കടപ്പുഴകാത്ത സുരക്ഷ, ഇതൊക്കെയാണ് ഹിമന്തയെ വീണ്ടും ജനപ്രിയനാക്കിയത്. മെയ് 12-ന് അദ്ദേഹം വീണ്ടും അധികാരമേൽക്കുമ്പോൾ അത് അസമിന്റെ വിധി മാറ്റിയെഴുതുന്ന നിമിഷമാകും. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ്. സാംസ്കാരിക വിപ്ലവങ്ങളുടെ മണ്ണിൽ ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവം പിറന്നിരിക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുപക്ഷ ഭരണത്തിനും കഴിഞ്ഞ 15 വർഷത്തെ മമതാ ബാനർജിയുടെ അധികാരത്തിനും ബംഗാൾ ജനത ഇന്ന് അവസാനം കുറിച്ചിരിക്കുകയാണ്. മെയ് 9-ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനത്തിൽ ബംഗാളിൽ ആദ്യമായി BJP സർക്കാർ അധികാരമേൽക്കുമ്പോൾ അത് ചരിത്രപരമായ ഒരു നീതി നടപ്പാക്കലാണ്. 207 സീറ്റുകൾ നേടിയുള്ള ഈ കുതിപ്പ് വെറും ഒരു അട്ടിമറിയല്ല, മറിച്ച് ബംഗാൾ ജനത മാറ്റത്തിനു വേണ്ടി ആഗ്രഹിച്ചു എന്നതിന്റെ തെളിവാണ്. ഈ വലിയ വിജയത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് സുവേന്ദു അധികാരി എന്ന പോരാളിയാണ്. മമതയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ജനങ്ങളെ അണിനിരത്തി നേരിന്റെ പക്ഷത്ത് ഉറച്ചുനിന്ന് പോരാടിയ സുവേന്ദു ബംഗാളിന്റെ പുതിയ നായകനായി ഉദിച്ചുയർന്നിരിക്കുകയാണ്. അമിത്ഷായുടെ കൃത്യമായ ആസൂത്രണവും നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിനോടുള്ള ജനങ്ങളുടെ സ്നേഹവുമാണ് ബംഗാളിനെ കാവ്യ പുതപ്പിച്ചത്. തോൽവി സമ്മതിക്കാതെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചവർക്ക് മുന്നിൽ ഗവർണറുടെ ശക്തമായ ഇടപെടലിലൂടെ BJP ഇന്ന് അധികാരത്തിന്റെ പടവുകൾ കയറുകയാണ്. ഇത് മോദി യുഗമാണ്. ഇവിടെ അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനും സ്ഥാനമില്ല. അസമും ബംഗാളും ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. ഇനിയൊന്ന് പറയട്ടെ, BJPക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, ബംഗാളിന്റെ മണ്ണിൽ താമര വിരിയുന്നത് സ്വപ്നത്തിൽ മാത്രമാണെന്ന് പറഞ്ഞ് ചിരിച്ചവർ, അവർക്കുള്ള കനത്ത പ്രഹരമാണ് ഇന്ന് കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും തെരുവുകളിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് കണക്കുകൾ നിരത്തിയ രാഷ്ട്രീയ നിരീക്ഷകർക്കും അവിടുത്തെ മാധ്യമ സിൻഡിക്കേറ്റുകൾക്കും ജനകീയ കോടതി നൽകിയ ഈ വിധിയിൽ ഇന്ന് ഉത്തരമില്ല. ഹിമന്തയെയും സുവേന്ദുവിനെയും വ്യക്തിപരമായി കളിയാക്കിയവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച അവർ ഇന്ന് ഈ സിംഹാസനത്തിലേക്ക് നടന്നു കയറുകയാണ്. ഇത് വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല, മറിച്ച് വികസനത്തോടുള്ള ജനങ്ങളുടെ ആവേശമാണ്. BJPയെ തകർക്കാൻ സഖ്യങ്ങൾ ഉണ്ടാക്കിയവർ ഒന്നോർക്കുക, നിങ്ങൾ എത്രത്തോളം ചെളി എറിയുന്നുവോ അത്രത്തോളം ഭംഗിയായി താമര വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോദിയെയും അമിത്ഷായും പുറത്തു നിന്നുള്ളവരെന്നും വിളിച്ച് ആക്ഷേപിച്ചവർക്ക് ബംഗാളിനെയും അസമിലെയും സാധാരണക്കാർ നൽകിയ മറുപടി ലളിതമാണ്: ഭാരതത്തിന്റെ മക്കൾക്ക് ഭാരതത്തിന്റെ മണ്ണ് സ്വന്തമാണ്. ഈ വിജയം ആരുടെയും ദാനമല്ല, മറിച്ച് ചോരയും നീരും നൽകി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അധ്വാനമായിരുന്നു. ഇന്ന് പരിഹസിച്ചവരുടെ നാവുകൾ നിശബ്ദമാണ്. കാരണം ജനവിധിക്ക് മുന്നിൽ മറ്റൊരു സത്യമില്ല. മമതയുടെ 15 വർഷത്തെ ആധിപത്യം തകർത്തെറിഞ്ഞ് ബംഗാളിന്റെ മണ്ണിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് വെറുമൊരു ചടങ്ങല്ല, അതൊരു വിമോചനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായും സാക്ഷിയാക്കി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ബംഗാൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായി അത് മാറും. തൊട്ടു പിന്നാലെ മെയ് 12-ന് അസമിന്റെ മണ്ണിലും ആ വിജയപേരി മുഴങ്ങും. വികസനത്തിന്റെ നായകൻ ഹിമന്ത വിശ്വ ശർമ്മ രണ്ടാമത് മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുമ്പോൾ അത് വടക്കു കിഴക്കൻ ഭാരതം BJPയിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. ഈ രണ്ട് ചടങ്ങുകളും ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നാണ്: ഭാരതത്തിന്റെ കിഴക്കൻ മേഖലകൾ ഇനി അഴിമതിയുടെയോ ആക്രമണത്തിന്റെയോ പേരിലല്ല, മറിച്ച് മോദി സർക്കാരിന്റെ വികസന വേഗതയുടെ പേരിലാകും അറിയപ്പെടുക. ഗവർണറുടെ മുന്നിൽ കൈവച്ച് അവർ സത്യവാചകം ചൊല്ലുമ്പോൾ അത് ഓരോ സാധാരണക്കാരന്റെയും സ്വപ്നങ്ങൾ നടപ്പിലാക്കുമെന്ന ഉറപ്പാണ്.
വിജയം സുനിശ്ചിതമായപ്പോൾ പതിവ് പോലെ ചില പഴയ CD-കൾ ഇവിടെ വീണ്ടും പ്ലേ ചെയ്യപ്പെടുകയാണ്. ജനവിധി BJPക്ക് അനുകൂലമാകുമ്പോൾ മാത്രം ഇവിടുത്തെ ചിലർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM-നോട് പെട്ടെന്ന് ഒരു അയിത്തം തോന്നും. ബംഗാളിൽ തോറ്റപ്പോൾ മമതാ ബാനർജിയും രാജ്യം മുഴുവൻ തള്ളിക്കളയുമ്പോൾ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പാടുകയാണ്, വോട്ട് മോഷ്ടിച്ചു, മെഷീനിൽ കൃത്രിമം നടന്നു. എത്ര വിചിത്രമാണല്ലേ ഇവരുടെ ന്യായം. ഇവർ ജയിക്കുന്ന സ്ഥലങ്ങളിൽ EVM കൃത്യമായി പ്രവർത്തിക്കും, എന്നാൽ ജനങ്ങൾ ഇവരെ തൂത്തെറിയുന്നിടത്ത് മാത്രം മെഷീൻ ചതിക്കും. ഇത് ജനവിധിയെ അപമാനിക്കലല്ലേ? ബംഗാളിലെയും അസംബ്ലിയിലും ലക്ഷക്കണക്കിന് സാധാരണക്കാർ ക്യൂ നിന്ന് രേഖപ്പെടുത്തിയ ആ ഓരോ വോട്ടിനെയും ക്രമക്കേട് എന്ന് വിളിച്ച് പരിഹസിക്കുന്നവർ യഥാർത്ഥത്തിൽ പേടിക്കുന്നത് മോദി എന്ന നേതാവിനെയാണ്. മമതാ ബാനർജി ബംഗാൾ ജനത തള്ളിക്കളഞ്ഞത് വോട്ടിംഗ് മെഷീൻ വഴിയല്ല, മറിച്ച് നിങ്ങളുടെ അഴിമതിയും ആക്രമണ രാഷ്ട്രീയവും അടുത്തതുകൊണ്ടാണ്. ഇനി രാഹുൽ ഗാന്ധി ആവട്ടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാതെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വേഷം കെട്ടിയിറങ്ങാൻ കിട്ടുന്നതല്ല ഈ വലിയ വിജയം. ഇത് നരേന്ദ്രമോദിയുടെ കഠിനാധ്വാനത്തിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമായിരുന്നു. പരിഹാസ്യമായ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് സമയം കളയാതെ എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എത്ര മെഷീനുകളെ കുറ്റം പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലെ മോദി എന്ന വികാരം മായ്ച്ചു കളയാൻ ആർക്കും ആവില്ല. ഇനി ഈ വിജയയാത്ര തടയാൻ നിങ്ങളുടെ ഒരു നുണപ്രചാരണങ്ങൾക്കും ആവില്ല. അപ്പോൾ നാം ഇത്ര നേരം ചർച്ച ചെയ്ത ഈ അധികാര കൈമാറ്റങ്ങൾ വെറും ഭരണമാറ്റങ്ങളല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വീണ്ടെടുപ്പാണ്. അസമിലെ ബ്രഹ്മപുത്ര മുതൽ ബംഗാളിലെ ഹുഗ്ലി നദി വരെ ഇന്ന് ഒഴുകുന്നത് വികസനത്തിന്റെ പുതിയ തരംഗമാണ്. ഭാരതത്തിന്റെ കിഴക്കൻ പ്രവേശന കവാടങ്ങൾ ഇന്ന് സുരക്ഷിതമായ കൈകളിൽ എത്തിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് വാഗ്ദാനങ്ങളുടെ കാലമല്ല, പ്രവർത്തികളുടെ കാലമാണ്. ദില്ലിയിലിരിക്കുന്ന നരേന്ദ്രമോദി എന്ന കരുത്തനായ നായകന്റെ കണ്ണ് ഇനി ഈ മണ്ണിലുണ്ടാകും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഡബിൾ എഞ്ചിൻ കരുത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും ലോകത്തിന് മാതൃകയാകാൻ പോവുകയാണ്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനോ വർഗീയ പ്രീണനങ്ങൾക്കോ വികസനം തടയുന്ന ചുവപ്പ് നാടകങ്ങൾക്കോ ഇനി ഇവിടെ സ്ഥാനമുണ്ടാവില്ല. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം, സത്യത്തെ എത്ര കാലം മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് ഒരു നാൾ പുറത്തു വരും. ബംഗാളിലെയും അസമിലെയും ജനങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിജയങ്ങൾ ഓരോ BJP പ്രവർത്തനവും നൽകുന്ന സന്ദേശം ലളിതമാണ്: ജനപക്ഷത്ത് നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി പോരാടുക. മോദി എന്ന വികാരം ഭാരതത്തിന്റെ ഓരോ കോണിലും എത്തിക്കഴിഞ്ഞു എന്നതിന്റെ അവസാനത്തെ തെളിവാണ് നാം ഈ കണ്ടത്. പ്രതിപക്ഷത്തിന്റെ വിലാപങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ളത് നവഭാരത സൃഷ്ടിയാണ്. അമിത്ഷാ എന്ന ചാണക്യന്റെ തന്ത്രങ്ങളും ഹിമന്തയെയും സുവേന്ദുവിനെയും പോലുള്ള കരുത്തരായ പടനായകന്മാരും കളത്തിലിറങ്ങിയത് മോദി എന്ന നായകന്റെ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ഓരോ റാലികളിലും കണ്ട ആ ജനസാഗരം ഒരു തെളിവായിരുന്നു. ഭാരതം മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവ്. ഇന്ന് അസം വികസനത്തിന്റെ പാതയിലാണ്, നാളെ ബംഗാളും അതേ പാതയിലൂടെ കുതിക്കും. ഇത് മോദി യുഗമാണ്. ഇവിടെ തോൽക്കുന്നത് അഴിമതിക്കാരും വിജയിക്കുന്നത് ഭാരതത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.